ഹലോ അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം നല്ല വിശേഷം തന്നെ. അതെ, സുഖമായിരിക്കുന്നോ? സുഖം തന്നെ. പിന്നെ ഞാൻ കുറേ ആയി അമ്മേനെ കണ്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് കാണാനായിട്ട്. പിന്നെ എവിടെയാണ് പഠിച്ചത്? കാവുംഭാഗം. നമ്മൾ തലശ്ശേരി കാവുംഭാഗം സ്കൂളിൽ, UP സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പം ഹയർ സെക്കൻഡറി. ഇപ്പോൾ ഹയർ സെക്കൻഡറി ആയി. ഓക്കെ. പിന്നെ എവിടം വരെ പഠിച്ചു? എത്ര വരെ പഠിച്ചു? 8ാം ക്ലാസ്. ESLC ഫെയിൽ. ESLC. എന്നാൽ അന്ന് ജോലി കിട്ടൂലേ? ജോലി ഹോസ്പിറ്റലിൽ പിന്നെ നഴ്സിംഗ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിന് കിട്ടീന്. അപ്പോൾ മൂത്ത മോളെ പ്രസവിച്ച 17ാമത്തെ വയസ്സിലാണ്. അങ്ങനെ. അപ്പം തന്നെ കല്യാണം കഴിഞ്ഞല്ലേ? 16 വയസ്സിൽ. ഭർത്താവിന് എന്തായിരുന്നു ജോലി? മാഷായിരുന്നു അല്ലേ? മുഴപ്പഴങ്ങാടി LP സ്കൂള് HM ആയിട്ടാണ് റിട്ടയർഡായി. ശരി. എത്ര മക്കളുണ്ട്? ദൈവത്തിച്ച് ഭഗവാന്റെ കാര്യം കൊണ്ട് 5 ആളുണ്ട്. 5 മക്കളുണ്ടല്ലേ? പിന്നെ അമ്മ ഒരു കലാകാരിയാണെന്ന് ഞാൻ എവിടെയോ കേട്ടിന്. എന്തൊക്കെയാണ് പഠിച്ചത്? കുഞ്ഞിരാമൻ നായർ ശിഷ്യയെ കൂടിയാണ്. കലാമണ്ഡലം അല്ലേ? അത് പറയും. കലാമണ്ഡലം തിരുവങ്ങാട് കലാമണ്ഡലം കുഞ്ഞിരാമൻ നായരുടെ. അത് നമ്മുടെ പിന്നെ ചേമഞ്ചേരിയാണോ? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അതെ, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ശിഷ്യയാണല്ലേ? ഒരുപാട് ആളെ മാഷ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പം അതുല്യ കലാകാരിയാണല്ലേ? പിന്നെ സംഗീതം സംഗീതം നമുക്ക് പാരമ്പര്യമായിട്ടുള്ളൊരു സംഗീതമുണ്ട് നമുക്ക്. അത് നമ്മൾ മത്സരത്തിനും കാര്യത്തിനെല്ലാം പാടും. മക്കളൊക്കെ പാടുമോ? മക്കള് മൂത്ത മോള് മ്യൂസിക് ടീച്ചറായിരുന്നു. ടീച്ചറായിരുന്നു. പിന്നെ എല്ലാ മക്കളും പാടും അല്ലേ? 2ാമത്തെ മോള് പിന്നെ കണ്ണൂർ നിലയത്തിൽ റേഡിയോ ലളിതഗാനം പാടി. ഇവളും മൂത്ത മോളും കോഴിക്കോട് നിലയത്തിൽ പാടിയാണ്. ഒരു 2 വരി പാടാൻ പറ്റുമോ? വെറുതെ എന്തെങ്കിലും 2 വരി? 2 വരി മതി. ഗായികയല്ല. എല്ലാരും ചൊല്ലണേ എല്ലാരും ചൊല്ലണേ കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കുരുന്നിൻ തുണ്ടാണ് കണ്ടതയ്യ ചക്കര കണ്ടതയ്യ. സൂപ്പർ. ഈ വരി പാടിയതിൽ എന്തോ ഒരു അർത്ഥമുണ്ടല്ലോ അല്ലേ? എല്ലാവരും ചൊല്ലണ്. അത് സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു എൻ്റെ സംസാരം പെട്ടെന്ന് കേൾക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. എടുത്ത് ചാടി പറഞ്ഞു. പക്ഷേ ആ വരികളിൽ അമ്മയുടെ ജീവിതമുണ്ട് അല്ലേ? എല്ലാവരും ചൊല്ലണം കല്ലാണ് നെഞ്ചിലെന്ന്. പക്ഷേ ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കുയിലിൻ്റെ തുണ്ടാണ്. അതാണ് അമ്മയുടെ പ്രത്യേകത. അമ്മയുടെ പേര് മൈഥിലി. സീതയുടെ പേരാണല്ലേ? അടിപൊളി പേര്. പിന്നെ നമുക്ക് ഇപ്പോൾ അമ്മയ്ക്ക് 85 വയസ്സാണ്. 84 വയസ്സായി. ഈ 84 വയസ്സിൽ അമ്മ ജീവിതത്തിൽ എന്താണ് അടുത്ത തലമുറയോട് പറയാനുള്ളത്? തലമുറയോട് എല്ലാവരും കൂടെ തന്നെ എപ്പോഴും എല്ലാ കാര്യത്തിനും ഒരു സഹകരിച്ചിട്ട് ജീവിക്കണം എന്നുള്ള ഒരു മനോഭാവം. അതെ, എല്ലാവരും സ്നേഹത്തോടും അല്ലേ? സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ എല്ലാവരും ഇരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ വേണം. അതെ. അപ്പോൾ അമ്മേൻ്റെ പിന്നെ ഈ നാട്ടിൽ കുറേ പ്രായമായവരൊക്കെ ഉണ്ടല്ലേ? അവരുമായിട്ടൊക്കെ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? അവരുമായി സംസാരിക്കും പരിസരത്ത്. അവരൊന്നും അത്ര അതല്ല അവർക്കൊന്നും ഫോണില്ലാന്ന് തോന്നുന്നില്ല. ഫോണില്ല, അതുകൊണ്ട് ഒന്നും കഴിയില്ല. ജസ്റ്റ് ഒന്ന് വർത്താനം. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാറുണ്ട് വീട്ടിലല്ലേ? അവിടെ അങ്ങനെ പോവും. ഏകാന്തത ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടോ? ടെൻഷൻ. അപ്പോൾ എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ഈ 84 വയസ്സായ മൈഥിലി അമ്മയോടും നമുക്ക്, കാരണം അതുല്യ കലാകാരിയാണ്, ചേമഞ്ചേരി കുഞ്ഞിരാമൻ ഗുരുക്കളിൽ നിന്ന് പഠിച്ചത്. ഏതാ പഠിച്ചത്? ഡാൻസിൽ ഭരതനാട്യം അല്ലേ? ഗ്രൂപ്പ് സോങ്, പിന്നെ
വേറെ സോളോ ആയിട്ട് കളിക്കും. സോളോ ഡാൻസും ഒക്കെ അതെ അതെ. അപ്പോൾ അതെല്ലാം ഉള്ള ഒരു അതുല്യ കലാകാരിയുടെ മുന്നിലാണ് നമ്മളിരിക്കുന്നത്. അമ്മയ്ക്ക് 84-ാം വയസ്സിൽ എൻ്റെ പേരിലും എൻ്റെ ചാനലിൻ്റെ പേരിലും അമ്മയ്ക്ക് ദീർഘായുസ് നേരുകയാണ്. 100 വയസ്സ് വരെ ജീവിക്കട്ടെ അമ്മ, 100 വയസ്സ് വരെ ജീവിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അമ്മ. ഓക്കെ, താങ്ക് യു.